Good morning. Today going to talk about methods of solid waste management. Solid waste manage ചെയ്യുന്നതിനുള്ള different methods ആണ് പറയുന്നത്. Environment and ecology എന്ന സബ്ജക്റ്റിലെ 4th യൂണിറ്റിലെ പോർഷനാണത്. First one, landfilling. One of the oldest and most widely used methods, landfilling involves burying waste into designated areas. അതായത് നമ്മൾ കുഴിച്ചിടുകയാണ്. ലാൻഡ് ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഇഫക്റ്റീവ് ആണ്. മോഡേൺ ലാൻഡ് ഫിൽ ഡിസൈൻ ടു പ്രൊട്ടക്റ്റീവ് ലൈനേഴ്സ് ആൻഡ് ലീച്ചസ് കളക്ഷൻ സിസ്റ്റംസ്. നമുക്കിപ്പോൾ പ്രൊട്ടക്റ്റീവായിട്ടുള്ള ചില ഏരിയാസ് അവിടെ മാത്രമാണ് കുഴിച്ചിടുന്ന രീതി ഉണ്ട്. ഗ്രൗണ്ട് വാട്ടറിലേക്കൊന്നും ചെല്ലാതെ ഗ്രൗണ്ട് വാട്ടർ കണ്ടാമിനേറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇത്ര ഏരിയാസ് നിന്ന് മാറിയിട്ട് മാത്രമേ ലാൻഡ് ഫില്ല് നടത്താനായിട്ട് പാടുള്ളൂ. നെക്സ്റ്റ്, ഇൻസിനറേഷൻ. ദിസ് മെത്തേഡ് ബേണിംഗ് വേസ്റ്റ് ഹൈ ടെമ്പറേച്ചർ ടു റെഡ്യൂസ് വോളിയം. ഇറ്റ് particularly useful for the hazardous or medical waste. Incineration also generate energy which harness for electricity or heating. Incineration എന്ന് പറഞ്ഞാൽ കത്തിച്ച് കളയുക എന്നുള്ളതാണ്. ബേണിംഗ് വേസ്റ്റ് ദെൻ ഇത് റെഡ്യൂസ് വോളിയം കുറയ്ക്കുന്നു. മെഡിക്കൽ വേസ്റ്റും അതുപോലെ തന്നെ ഹസാർഡസ് വേസ്റ്റും ആണ് സാധാരണ ഇതിൽ ഇങ്ങനെ ചെയ്യാം. ഇതൊന്നൊരു എനർജി നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് നമുക്ക് യൂസ് ചെയ്യാനും സാധിക്കും. ഇനി റീസൈക്ലിംഗ് ഇൻവോൾവ്സ് കൺവേർട്ടിംഗ് വേസ്റ്റ് മെറ്റീരിയൽ ഇൻറ്റു റീയൂസബിൾ പ്രൊഡക്റ്റ്. പേപ്പർ, ഗ്ലാസ്, പ്ലാസ്റ്റിക് അതൊക്കെ റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നോട്ട് ഓൺലി കൺസേർവ് ദ നാച്ചുറൽ റിസോഴ്സസ് ബട്ട് റെഡ്യൂസസ് ദ ലാൻഡ് ഫിൽസ്. ലാൻഡ് ഫിൽസ് ഒക്കെ കുറയ്ക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി കമ്പോസ്റ്റിംഗ്. ഓർഗാനിക് വേസ്റ്റ്, ഫുഡ് സ്ക്രാപ്സ്, ഗാർഡൻ വേസ്റ്റ് composted created to nutrient-rich soil. This method support sustainable agriculture, significantly reduce municipal solid waste. കമ്പോസ്റ്റ് ചെയ്യുക, നമുക്ക് വളമാക്കിയിട്ടൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഫുഡ് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് വളമാക്കിയിട്ട് അതിന് തന്നെ കമ്പോസ്റ്റ് ചെയ്യും. വേസ്റ്റ് ടു എനർജി. വേസ്റ്റ് VTE ടെക്നോളജീസ് ആൻഡ് കൺവേർട്ട് ഇൻറ്റു നോൺ റീസൈക്കബിൾ വേസ്റ്റ് ഇൻറ്റു യൂസ്ഫുൾ എനർജി. അത് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുക, ഇലക്ട്രിസിറ്റിയോ ഹീറ്റോ ആയിട്ടോ കൺവേർട്ട് ചെയ്യുക. ലാൻഡ് ഫിൽസൊക്കെ കുറയ്ക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മെക്കാനിക്കൽ ആൻഡ് ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് MBT. Then system combines physical and biological processes so to stabilize the waste before disposal. ഡിസ്പോസൽ ചെയ്യുന്നതിന് മുമ്പ് സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് മെക്കാനിക്കൽ ആൻഡ് ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ്. റെഡ്യൂസിങ് ലാൻഡ്ഫിൽ ഡിപ്പെൻഡൻസി, റിക്കവറിങ് വാല്യുബിൾ റിസോഴ്സ്. അത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആ വേസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് അതേപോലെ തന്നെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് റെഡ്യൂസ് ചെയ്തിട്ട് മാത്രം ലാൻഡ് ഫില്ല് നടത്താനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ബെനിഫിറ്റ്സ് ഓഫ് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. അതിനുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ. പ്രോപ്പർ വേസ്റ്റ് മാനേജ്മെൻറ്റ് റിഡ്യൂസസ് ദ എയർ പൊല്യൂഷൻ, വാട്ടർ, സോയിൽ പൊല്യൂഷൻസ് ഒക്കെ കുറയ്ക്കുന്നു. പബ്ലിക് ഹെൽത്ത് ഇംപ്രൂവ്മെൻറ്റ്. അൺമാനേജ്ഡ് വേസ്റ്റ് ലീഡ് ടു സ്പ്രെഡ് ഓഫ് ഡിസീസസ് ത്രൂ പെസ്റ്റസ്, റോഡൻസ് ആൻഡ് വാട്ടർ കണ്ടാമിനേഷൻ. വെള്ളത്തിൽ അതൊക്കെ കളരുമ്പോൾ അത് അസുഖങ്ങൾ ഉണ്ടാക്കാനായിട്ട് കാരണമാക്കും. അത് നമുക്ക് കൃത്യമായിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. റിസോഴ്സസ് കൺവേർഷൻ. റീസൈക്ലിംഗ്, കമ്പോസ്റ്റിംഗ് വാല്യുബിൾ റിസോഴ്സസ് ലൈക്ക് വാട്ടർ, മിനറൽ ആൻഡ് എനർജി. നമുക്കത് റീസൈക്കിളൊക്കെ ചെയ്യുമ്പോൾ അത് റീയൂസ് ചെയ്യാനായിട്ട് പറ്റുന്നു. അന്ന് എനർജിയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നു. എനർജി ജനറേഷൻ. വേസ്റ്റ് ടു എനർജി ഫെസിലിറ്റീസ് ഇൻസിനറേഷൻ കോൺട്രിബ്യൂട്ട് ടു റിന്യൂവബിൾ എനർജി ജനറേഷൻ. റിന്യൂവബിൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. എക്കണോമിക് ഗ്രോത്ത്. സ്ട്രക്ചേർഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രി ക്രിയേറ്റ് ജോബ് ഇൻ കളക്ഷൻ, സോർട്ടിംഗ് ആൻഡ് റീസൈക്ലിംഗ് ട്രീറ്റ്മെൻറ്റ് സെക്ടേഴ്സ്. ഇന്നോവേഷൻ, ഗ്രീൻ ടെക്നോളജി, സർക്കുലർ ഇക്കണോമിക് പ്രാക്ടീസ്. നമുക്കൊരു ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എസ്തെറ്റിക് ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ്. ക്ലീൻ സിറ്റീസ് ഫ്രം ലിറ്റർ ആൻഡ് വേസ്റ്റ്, മോർ അട്രാക്റ്റീവ് ടൂറിസ്റ്റ് റെസിഡൻസ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. നമുക്ക് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആവാനും ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് ക്ലീനായിട്ട് സൂക്ഷിക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നു. ഗുഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് എൻഹാൻസസ് ക്വാളിറ്റി ഓഫ് ലൈഫ് ആൻഡ് അർബൻ ഇൻഫ്രാസ്ട്രക്ചർ. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ നല്ല രീതിയിൽ കൊണ്ടു നടക്കാനും അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് ലൈഫ് പ്രൊവൈഡ് ചെയ്യാനൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നു, വേസ്റ്റ് മാനേജ്മെൻറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ.